രോഹിത്തും സഞ്ജുവും തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും വലിയ സംസാര വിഷയമായി തന്നെ മാറുന്നത്. രോഹിത്ത് ചില കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും എന്നാൽ അത് സത്യമല്ലായിരുന്നുവെന്നും അത് തൻ്റെ ജീവിതത്തിൽ തന്നെ പലപ്പോഴായി താൻ ഓർക്കുന്നുവെന്നും സഞ്ജു പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും മറിച്ചും തിരിച്ചും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. രോഹിത് ഭായ് എന്നല്ലാതെ സഞ്ജു ഒരിക്കലും രോഹിത്തിനെ അഭിസംബോധന ചെയ്തിട്ടില്ല. രോഹിത്തിനോട് വളരെ ബഹുമാനത്തോടെ മാത്രമേ സഞ്ജു ഇതുവരെയും പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെയാണ് രോഹിത് ശർമ്മയുടെ വാക്കുകൾ ആദ്യം വിശ്വസിക്കാതിരുന്ന സഞ്ജു പറയുന്നത്. ലോകകപ്പിൽ അവസരം കുറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വാക്കുകൾ ആദ്യം വിശ്വസിച്ചിരുന്നില്ല എന്ന് സഞ്ജു വെളിപ്പെടുത്തി. എന്നാൽ ഇപ്പോൾ തനിക്ക് മനസ്സിലാകുന്നുവെന്നും എന്തുകൊണ്ട് രോഹിത് ഭായ് അങ്ങനെ പറഞ്ഞുവെന്നും തന്നെ ചതിക്കാനല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്നും മനസ്സിലായി എന്ന് സഞ്ജു വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കടുത്ത മാനസിക തളർച്ചയിൽ നിന്ന് കരകയറി വെസ്റ്റ് ഇൻഡീസിനെതിരെ നിർണായക പ്രകടനം നടത്താൻ ഈ തിരിച്ചടി തന്നെ സഹായിച്ചുവെന്ന് താരം വെളിപ്പെടുത്തുന്നു. 2026 ICC T20 ലോകകപ്പിന്റെ നിർണായക ഘട്ടങ്ങളിലേക്ക് പലപ്പോഴും മലയാളി താരം സഞ്ജു സാംസണിന് അവസരം ലഭിച്ചിരുന്നില്ല. അന്ന് താരത്തിന് ആശ്വാസം പകരാൻ രോഹിത് ശർമ്മയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സഞ്ജു. അവസരം ലഭിക്കാതിരുന്നപ്പോൾ തനിക്ക് ടീമിൽ ഇനിയും വലിയ പങ്കുവഹിക്കാനുണ്ടെന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വാക്കുകൾ ആദ്യം താൻ വിശ്വസിച്ചിരുന്നില്ലെന്ന് വിക്കറ്റ് കീപ്പർ ബാറ്റർ വ്യക്തമാക്കി. വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്തത് ടീമിന്റെ വിജയശില്പിയാകുന്നതിന് മുൻപുള്ള മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും താരം സംസാരിച്ചു. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയ്ക്ക് ശേഷം കടുത്ത മാനസിക തളർച്ചയിലായിരുന്നു താനെന്നും രോഹിത് ശർമ്മ ആത്മവിശ്വാസം നൽകിയത് ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കാതെ തനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുമാണ് സഞ്ജു കൂട്ടിച്ചേർക്കുന്നത്. സഞ്ജുവിന്റെ വാക്കുകൾ ഇത് സത്യമാക്കുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം തന്റെ അനുഭവസമ്പത്തിന്റെ പുറത്തായിരിക്കാം അത് പറഞ്ഞത്. പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്റെ മുഖഭാവത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു. ലോകകപ്പ് ആരംഭിച്ചതോടെ ആ നിരാശയിൽ നിന്ന് കരകയറാൻ എനിക്ക് 4-5 ദിവസങ്ങൾ വേണ്ടി വന്നെന്നും ആ തിരിച്ചടി തന്നെ സ്വയം പരിശോധിക്കാൻ നടത്തിക്കുന്നുവെന്നും പ്രേരിപ്പിച്ചുവെന്നും താരം കൂട്ടിച്ചേർത്തു. ഞാൻ എന്തിനാണ് ക്രിക്കറ്റ് കളിക്കുന്നത്, തൻ്റെ ലക്ഷ്യം എന്താണ് തുടങ്ങിയുള്ള ചോദ്യങ്ങളെല്ലാം തൻ്റെ മനസാക്ഷിക്ക് വീണ്ടും തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് സഞ്ജു കൂട്ടിച്ചേർത്തു. ഈ പുതിയ കാഴ്ചപ്പാടാണ് വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ നിർണായകമായതെന്നും കരിയറിലെ ഏറ്റവും മികച്ച ചില ദിവസങ്ങളിൽ ഒന്നായിരുന്നു അതെന്നും താരം വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. പവർ പ്ലേക്ക് ശേഷം സാധാരണയായി ആക്രമിച്ചു കളിക്കുന്നതായാണ് തൻ്റെ ശൈലിയെങ്കിലും വിക്കറ്റുകൾ തുടർച്ചയായി വീണതുകൊണ്ട് ആ മത്സരത്തിലെ സാഹചര്യത്തിനനുസരിച്ചാണ് താൻ ബാറ്റ് ചെയ്തതെന്നും സഞ്ജു വ്യക്തമാക്കി. മത്സരത്തിലെ തകർപ്പൻ പ്രകടനത്തിന് ശേഷമുള്ള തന്റെ വികാരധീനമായ ആഘോഷം വ്യക്തിപരമായ നേട്ടത്തിനപ്പുറം ദൈവത്തോടുള്ള നന്ദി പ്രകടനമാക്കിയിരുന്നുവെന്നും സഞ്ജു കൂട്ടിച്ചേർക്കുകയും ചെയ്തു.